ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. 2-3 ദിവസം നല്ല യാത്രയായിരുന്നു. പളനി പോയേക്കുമായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു. നല്ല യാത്രയായിരുന്നു. എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റി. കുറേ കണ്ടിട്ടില്ലാത്ത കുറേ അമ്പലങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എല്ലായിടത്തും നല്ല ദർശനവും കിട്ടി. അങ്ങനെ വളരെ നല്ല യാത്രയായിരുന്നു. പിന്നെ യാത്രയിൽ ബുദ്ധിമുട്ട് പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു. വെയിൽ കൊണ്ടതിൻ്റെയും പിന്നെ വെള്ളം മാറിയൊക്കെ കുളിച്ചതിൻ്റെയൊക്കെ ഒരു പനിയുടെ ഒരു ഇതുണ്ട്. തൊണ്ടയ്ക്കൊക്കെ ഒരു വേദനയുണ്ടായിരുന്നു. പിന്നെ ഇന്നലെയൊക്കെ ഒരു ഡോളയൊക്കെ തിന്ന് പനിയൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2-3 ദിവസമായാലും വീഡിയോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വന്നതാണ്. ഇന്നിപ്പം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലായിടത്തും മഴയൊക്കെ പെയ്ത് കാണുമെന്ന് കരുതുന്നു. ഇവിടെ പിന്നെ ഇന്നലെ രാത്രിയിൽ നല്ല മഴ പെയ്തു. അല്ലാതെ മെനഞ്ഞാന്നൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ പെയ്തില്ല. ഇന്നലെ രാത്രിയിലാണ് ഇവിടെ പെയ്തത്. നിങ്ങളുടെ അവിടെയൊക്കെ നല്ല മഴ പെയ്ത് കാണുമെന്ന്, എല്ലാവരും അവിടെയൊക്കെ നല്ല മഴ പെയ്ത് കാണുമെന്ന് കരുതുന്നു. ഇന്ന് പിന്നെ ഞാൻ എന്താ പറയാന്ന് വെച്ചത്, ഇന്ന് കണ്ട പത്രത്തിലേ ഒരു പയ്യനാണെങ്കിൽ മൊബൈലിന് അഡിക്റ്റായിട്ട് കടലിൽ ചാടി മരിച്ചെന്നും പറഞ്ഞിട്ട് ഒരു വാർത്ത കണ്ടായിരുന്നല്ലോ നിങ്ങളൊക്കെ. ഇപ്പോഴത്തെ കുട്ടികൾ ഇത്രത്തോളം ഇങ്ങനെയും മൊബൈലിന് അഡിക്റ്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൂടുതലും ഗെയിമാണ് ഇവർ കളിക്കുന്നത്. എപ്പോൾ കണ്ട നേരം നമ്മൾ നോക്കിക്കോണം, ഏതൊക്കെ കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലോ എവിടെ ചെന്നാലും കുട്ടികളുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കും. അതിങ്ങനെ അമ്മമാരങ്ങ് കൊടുത്തേക്കും. ശല്യം കാരണം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അങ്ങ് വഴക്കല്ലേ. അതുകൊണ്ട് അവർക്ക് സമാധാനമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ അങ്ങോട്ട് കൊടുക്കും. ഈ മൊബൈൽ ഇങ്ങനെ തോണ്ടി കൊച്ചുങ്ങൾ കളി അത് അവരുടെ മൈൻഡിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്ന് ഇവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഇന്നാൾ അങ്ങോട്ട് പോയ വഴിക്ക് തന്നെ 1-2 ഹോട്ടലിൽ കണ്ടപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു, ഇത് മടിയിൽ കുഞ്ഞിരിപ്പോണ്ട് മൊബൈൽ കൈ കൊടുത്തിട്ടുണ്ട്, കുഞ്ഞിൻ്റെ വായിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിങ്ങനെ ഇറക്കുന്നുണ്ട്. പക്ഷേ അവൻ എന്തോ കഴിക്കുന്നതിന് പോലും അവൻ ശ്രദ്ധിക്കുന്നില്ല. ഈ മൊബൈലിലെ കളികളാണ്. അതിൽ 1-2 കളികളൊക്കെ അമ്മമാർ ഡൗൺലോഡ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും. അതൊക്കെയായിരുന്നു കളിക്കുന്നത്. പിന്നീട് ഇപ്പോൾ ഈ യൂത്തല്ല, ഒരു 8ാം ക്ലാസ് മുതൽ ഒരു പിള്ളേരൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെ വെടി വെക്കുക, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുന്നതോ എന്തൊക്കെയോ ഉള്ള കുറേ ഗെയിമുകളുണ്ട്. അതിലൊക്കെ അങ്ങ് അഡിക്റ്റായിട്ട് ഇപ്പം മൊബൈൽ വാങ്ങി വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ സൂയിസൈഡ് വരെ ചെയ്യുന്ന ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ കുട്ടി തന്നെ എന്തോ അവൻ്റെ ചേട്ടൻ തന്നെ പറയുന്നുണ്ടല്ലോ, എപ്പോഴും മൊബൈൽ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവൻ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല, കളിക്കാറില്ല. 24 മണിക്കൂർ ഈ ഫോണിൽ തന്നെയാണ്. പിന്നെ ഇനി ഫോണിൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ ഇനി വല്ല ടാസ്ക്കായിട്ടൊക്കെ കടലിൽ ഇറങ്ങി കാണിച്ചതാണോ എന്നറിയത്തില്ല. എന്തായാലും കുട്ടി ആത്മഹത്യ ചെയ്തു. പിന്നെ ഫോണാണെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ പോയതുകൊണ്ട് ഫോൺ ഒട്ടും കൊള്ളത്തില്ല. ഇനി അത് ഒന്നേന്ന് എന്തെങ്കിലും ചെയ്ത് നോക്കിയാലേ അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ പോലീസുകാരൊക്കെ പറയുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായം, ഇപ്പോഴത്തെ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ യാതൊരു കാരണവശാലും കുട്ടികൾക്ക് അമിതമായിട്ട് മൊബൈൽ ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുക. ഒരു അരമണിക്കൂർ, ഇപ്പോഴത്തെ ഈ കോവിഡ് വന്നതിന് ശേഷമാണ് നമുക്ക് ഈ മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു ഇതിലേക്ക് വന്നതെന്ന് വെച്ചാൽ നോട്ട്സ്, കുട്ടികളുടെ പിന്നെ ടീച്ചേഴ്സ് തരുന്ന നോട്ട്, അതുപോലെ പേരൻസ് എന്തെങ്കിലും അറിയിക്കണമെങ്കിൽ ടീച്ചർമാരെ അറിയിക്കുന്നത് എല്ലാം ഇപ്പോൾ ഫോണിൽ കൂടെ മെസ്സേജ് ഇട്ടാണല്ലോ എല്ലാ കാര്യങ്ങളും അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെയുള്ള മൊബൈലില്ലാതെ ഒക്കത്തില്ല. ഓരോ കാര്യത്തിനും മൊബൈൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കുട്ടികളുടെ നോട്ട്സൊക്കെ ഓരോ ദിവസവും ടീച്ചർമാർ വന്നു, അതുപോലെ നമ്മൾ ക്ലാസ്സിൽ ചെന്നില്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ഇട്ട് കൊടുക്കുന്നത് എല്ലാം മൊബൈൽ വഴിയാണ്. അപ്പോഴും മൊബൈൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ എല്ലാ കാര്യത്തിനും മൊബൈൽ വേണം, അത് അത്യാവശ്യമാണ്. പക്ഷേ കുട്ടികൾ ഇത് അമിതമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. അഥവാ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ അവരെ മറ്റ് കാര്യങ്ങളിലേക്ക് ഏർപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. പണ്ടൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കളിക്കണമെന്നൊരു ചിന്തയായിരുന്നു. അവർക്ക് ഇഷ്ടംപോലെ തെങ്ങും തോപ്പോ അല്ലെങ്കിൽ മൈതാനങ്ങളോ ഒക്കെ കാണും. അങ്ങ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക, അല്ലെങ്കിൽ കബഡി കളിക്കുക, കിളിത്തട്ട് കളിക്കുക, അങ്ങനെയൊക്കെ പല കളികളും. പിന്നെ വോളിബോള്, ബാസ്കറ്റ് ബോള്, അങ്ങനത്തെ ഗെയിമുകളൊക്കെ കളിക്കുക. നാടൻ പന്ത് കളിയായിരുന്നു പണ്ടത്തെ കുട്ടികൾ ഏറ്റവും കൂടുതൽ കളിച്ചിരുന്നത്. അതൊക്കെയായിരുന്നു കുട്ടികളെ അതിലേക്കൊക്കെ ഒന്ന് വിടണം. പിന്നീട് എനിക്ക് പറയാനുള്ള, കൂടുതൽ രക്ഷകർത്താക്കൾ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്, കുട്ടികളെ തുറന്നു വിടാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വല്ല കഞ്ചാവോ മയക്കുമരുന്നോ ഒക്കെ ഉപയോഗിക്കാൻ പഠിക്കുമെന്നുള്ള പേടിയിൽ കുട്ടികളെ വീടിനുള്ളിൽ തന്നെ അടച്ച് വളർത്തുന്ന രക്ഷകർത്താക്കളുണ്ട്. അത് നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം വെളിയിലിറങ്ങി അവർക്ക് എന്താ ശരി എന്താ തെറ്റെന്ന് അവർ തന്നെ തീരുമാനിക്കുക, എന്നിട്ട് അവർ തന്നെ അതിൽ നിന്ന് ഏതാ തെറ്റെന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് അവർക്കുള്ള
അവർക്ക് കിട്ടുന്ന ഗുണപാഠം. അല്ലാതെ നമ്മൾ നീ അത് അങ്ങോട്ട് നോക്കരുത്, കള്ളു കുടിക്കുന്നത് കാണാതെയും അല്ലാതെ സിഗരറ്റ് വലിക്കുന്നത് കാണിക്കാതെ ഒന്നും നമ്മൾ ഈ സാഹചര്യത്തിൽ നമുക്ക് വളർത്തിക്കൊണ്ട് വരാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അവരെ അതിലേക്ക് അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികളുമായിട്ട് കൂട്ടുകൂടാതിരിക്കാൻ നമ്മൾ പറയാമെന്നല്ലാതെ ആ കുട്ടികൾക്ക് തന്നെ മനസ്സിലാക്കി അവരിൽ നിന്ന് പിന്മാറുക എന്നുള്ളതാണ്. ആ ഒരു പേടിയിൽ കുട്ടികളെ രക്ഷകർത്താക്കൾ കൂടുതലും വൈകിട്ട് 4 മണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വെളിയിലോട്ട് കളിക്കാനൊന്നും വിടാറില്ല. മറ്റുള്ള കുട്ടികളുമായിട്ട് കൂട്ടുകൂടാൻ സമ്മതിക്കാറില്ല. വീട്ടിലെ അമ്മയും അച്ഛനും മാത്രം ഇങ്ങനെ നോക്കിയിരിക്കുക. ഒരു മോനോ ഒരു മോളോ കാണും. അവർ ഒന്ന് ട്യൂഷന് പോവുക, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഈ മൊബൈൽ കളിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു രക്ഷ. പിന്നീട് ഈ ഉദ്യോഗസ്ഥരായ അച്ഛനമ്മമാരാണെങ്കിൽ അവർ പിന്നെ രാത്രിയിലൊക്കെ ആയിരിക്കും വരുന്നത്. അത്രയും നേരം ഈ കുട്ടികൾക്ക് ഏക ആശ്രയം ഈ മൊബൈലാണ്. മൊബൈലിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങളും വരുന്നുണ്ട്, അതേപോലെ ഒരുപാട് ചീത്ത കാര്യങ്ങളും വരുന്നുണ്ട്. ഇതെല്ലാം ഈ കുട്ടികൾ കാണാറുമുണ്ട്. അത് എല്ലാവരേക്കാളും ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് 5 വയസ്സുള്ള കുട്ടിക്കായിരിക്കും മൊബൈൽ എങ്ങനെ ഉപയോഗിക്കണം, ഏതൊക്കെ ആപ്പ് വഴി ചെയ്യണം. നമ്മളൊക്കെ തന്നെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കൊച്ചു കുട്ടികളുടെ എല്ലാം മൊബൈൽ കൊണ്ട് കൊടുക്കുന്നത്. അവർക്കറിയാം മെസ്സേജ് അയക്കുന്നതും എല്ലാം DP ഇടുന്നതും എല്ലാം അവർക്കറിയാം. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മൾ ആ തലമുറ അല്ലായിരുന്നത് കൊണ്ട് കുറച്ചൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുപോലെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഇതിനകത്ത് അഡിക്റ്റായിട്ടുണ്ട്. അഡിക്റ്റാകുന്ന ഇപ്പോൾ ഈ കഞ്ചാവ്, അതേപോലെ കള്ള്, മദ്യമയക്കുമരുന്നിനൊക്കെ അടിമയാകുന്നത് പോലെ തന്നെ ഒരു ദൂഷ്യഫലമാണ് ഈ മൊബൈൽ ഫോണിന് അഡിക്റ്റാവുന്നത്. അതിപ്പോൾ കൊച്ചുകുട്ടികൾ മാത്രമല്ല, വലിയ ആൾക്കാരും എല്ലാം അത് തന്നെ. എങ്കിലും ഈ 8, 9, 10 പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ +2 പഠിക്കുന്ന കുട്ടികളൊക്കെ ഇതേപോലെ അനാവശ്യ ഗെയിമുകളിലൊക്കെ ചെന്ന് എപ്പോഴും ഗെയിം കളിച്ച് കുട്ടികളുടെ തലച്ചോറ് തന്നെ ആരെങ്കിലും കൊല്ലുന്നതിനോ വെടിവെക്കുന്നതിനോ ഒന്നും യാതൊരു പേടിയില്ലാത്ത ഒരു ലോകത്തിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത്. അവർക്ക് വേറെ സാമൂഹ്യ സാഹചര്യങ്ങളൊന്നും അറിയണ്ട. ഇന്നാൾ തന്നെ ഒരു കുട്ടിയോട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് വെച്ചിട്ട് അറിയത്തില്ല, അതേപോലെ കേരള മുഖ്യമന്ത്രി ആരാന്ന് വെച്ചിട്ട് അറിയത്തില്ല. അവർക്ക് ഇതൊന്നും അല്ല ചിന്ത. അവർ മൊബൈലിലെ ഗെയിമിൻ്റെ പേരോ അതിനകത്തുള്ള ആൾക്കാരുടെ പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഒരു തലമുറയാണ് ഇനിയിപ്പോൾ അടുത്ത വന്നുകൊണ്ടിരിക്കുന്ന തലമുറ. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് കൊച്ചു കുട്ടികളെ, ഇനിയിപ്പം ഗെയിമിന് അഡിക്റ്റായ കുട്ടികളെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കാൻ എല്ലാവരും കൂടെ ശ്രമിക്കുക. അതുപോലെ അല്ലെങ്കിൽ അവരെ കൗൺസിലിങ്ങിന് വിധേയരാക്കി എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കുക. അല്ലാന്നുള്ള കുട്ടികൾ, ഇപ്പോൾ കൊച്ചു കുട്ടികളുണ്ടല്ലോ, അവരെ നിങ്ങൾ തൽക്കാലം അവർ ആദ്യമൊക്കെ ഇച്ചിരി വാശി പിടിച്ചാലും വേണ്ടിയില്ല, ഒരു അരമണിക്കൂർ അതിൽ കൂടുതൽ ഫോൺ കൊടുക്കുകയും ചെയ്യരുത്. കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചു വാങ്ങി വെക്കുക. അതേപോലെ അവർക്ക് എന്താ ഇഷ്ടം, വായിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്ക് നല്ല നല്ല കഥാപുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. കളിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളെ കളിക്കാൻ തന്നെ പറഞ്ഞു കൊടുക്കുക. കളിക്കാൻ പറഞ്ഞു കൊടുക്കണം. ഇന്ന കുട്ടികൾ മദ്യം അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ കഞ്ചാവ് അങ്ങനത്തെ ഉണ്ടെങ്കിൽ ലഹരി സാധനങ്ങളൊക്കെ കുട്ടികളെ ഇപ്പോൾ സ്കൂളിലേ പറഞ്ഞു കൊടുക്കുമല്ലോ. അതൊക്കെ അങ്ങനെയുള്ള കുട്ടികളുമായിട്ട് കൂട്ടുകൂടാതിരിക്കാനും, അതുപോലെ പിന്നെ നന്നായിട്ട് കളിച്ച് അവരുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവത്തേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ കളിക്കാനൊക്കെ പറഞ്ഞു വിടുക. ഫുട്ബോളോ എന്തെങ്കിലും കളിക്കാൻ അവർക്ക് എന്തോ താല്പര്യം, ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് വിടുക. അങ്ങനെയൊക്കെ കുട്ടികളെ ആ വൈകിട്ടോ സമയത്തോ അല്ലെങ്കിൽ ചുമ്മാതിരിക്കുന്ന സമയത്തൊക്കെ അവരെ എൻഗേജ് ചെയ്യിപ്പിച്ച് അവരെ ഈ മൊബൈൽ അഡിക്റ്റിൽ നിന്ന് മാറ്റുക. പിന്നീട് ഇപ്പോഴത്തെ പുതിയ ന്യൂജൻ അമ്മമാർക്കോട് എനിക്ക് പറയാനുള്ളത്, അമ്മമാർ കുട്ടികൾ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇപ്പോൾ ഇത്രയും കൊടുക്കുന്ന സാധനം അത്രയും കുട്ടി കഴിച്ചിരിക്കണം, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ആകെ വിഷമം. അപ്പോൾ പണ്ടൊക്കെ നമ്മളാണെങ്കിൽ ഇങ്ങനെ മുറ്റത്ത് കൊണ്ട് കിടന്ന് കാക്കയും പൂച്ചയൊക്കെ കാണിച്ച് ഇലയോ പൂവോ ഒക്കെ കാണിച്ച് അപ്പോഴത്ര കുട്ടികൾക്ക് പ്രകൃതിയോട് ഇണങ്ങിയല്ലേ അവർ ആ ആഹാരം കഴിക്കുന്നത്. ഇപ്പം പശുവിനെ കാണിച്ചോ അല്ലെങ്കിൽ പട്ടിയെ കാണിച്ചോ കാക്കയെ കാണിച്ചോ ഒക്കെ ആയിരുന്നു നമ്മൾ കുട്ടികളെ ആഹാരം കഴിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആഹാരം കഴിക്കാൻ നേരത്ത് ആദ്യമേ മൊബൈൽ കൊണ്ടുപോയി വെക്കുക. അല്ലെങ്കിൽ നേരത്തെ എന്താണെന്ന് പറയുമ്പോൾ ടി വിയിൽ കാർട്ടൂൺ അങ്ങോട്ടിടും, അന്നേരം കുട്ടിക്ക് കൊടുക്കും. അങ്ങനെയായിരുന്നു കുറച്ച് നാൾ. ഇപ്പോൾ TV ഒന്നും പിള്ളേർക്ക് വേണ്ട, മൊബൈൽ മതി. അതോ നല്ല ഐഫോണോ ഏറ്റവും നല്ല കൂടിയ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അവർക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അത് എടുക്കുക, കുട്ടികളുടെ അമ്മമാർ തന്നെ അത് ഓൺ ചെയ്ത് കളിയോ പാട്ടോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. ഉടനെ ഈ കുട്ടികൾ അതിൽ നിന്ന് കാണുക, അമ്മ വായിലോട്ട് വെച്ച് കൊടുക്കുക, കുട്ടി ഇറക്കുക. അതിൻ്റെ രുചി എന്താണെന്നോ അതെന്ത് സാധനം കുട്ടി കഴിക്കുന്നതെന്നോ കുട്ടി അറിയുന്ന പോലും ഇല്ല. അങ്ങനെ ഇപ്പോഴത്തെ ന്യൂജൻ അമ്മമാർക്കും അതിൻ്റേതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇച്ചിരി മെനക്കെട്ടാലും വേണ്ടിയില്ല കുട്ടികളെ അങ്ങനത്തെ ശീലങ്ങളിലൊന്നും ഇപ്പം ആദ്യമേ ചെന്ന് കൊടുക്കാതിരുന്നാൽ അവർക്കത് അറിയത്തില്ലല്ലോ കൊച്ചിന്. ആദ്യമേ ഇത് കൊടുത്തു പഠിപ്പിക്കുമ്പോഴാണ് ഈ കുഴപ്പം വരുന്നത്. ആഹാരം കഴിക്കാതെ കരയുമ്പോൾ വേണ്ട എന്ന് പറയുമ്പോൾ എന്നാൽ മൊബൈൽ തരാം എന്ന് പറഞ്ഞിട്ട് മൊബൈൽ കൊടുക്കും. അതിനേക്കാൾ നല്ലത് വേണ്ടാന്ന് പറയുമ്പോൾ അവരെ വേറെ എന്തെങ്കിലും കാണിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കഥ പറഞ്ഞു കൊടുത്തോ ഒക്കെ നമ്മൾ കഴിപ്പിച്ച് ശ്രമിച്ചു തുടങ്ങിയാൽ പിന്നെ അവരതങ്ങ് കഴിച്ചോളും. ആദ്യത്തെ ഒരു ബഹളമേ ഉള്ളൂ.
ഇപ്പം തന്നെ ഈ 10 രൂപയുടെ ഒരു സൈസ് കുപ്പിയിൽ എന്തോ ആപ്പിൾ ജ്യൂസെന്നോ പിന്നെ എന്തോ 7up എന്നൊക്കെ പറഞ്ഞ് 10 രൂപ കുപ്പി ഉണ്ടല്ലോ, അതിപ്പോൾ ഒരുപാട് രക്ഷകർത്താക്കൾ വാങ്ങിച്ചു കൊടുക്കുന്നില്ല. അതേസമയം നേരത്തെ വാങ്ങിച്ചു കൊടുത്ത രക്ഷകർത്താക്കളാണെങ്കിൽ കുട്ടികളാണെങ്കിൽ ഇപ്പോഴും അത് റോഡിൽ ഇറങ്ങി പോയെങ്കിൽ അത് മേടിച്ച് കൊടുക്കണം 10 രൂപയുടെ. അത് ഭയങ്കര ദൂഷ്യഫലമുള്ള സാധനമാണ് ഈ 7up പിന്നെ ആപ്പിൾ ജ്യൂസ് നേതാണ്ടൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നത്. അതൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുള്ള കുട്ടികൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴേ അവർക്കത് വേണമെന്ന് പറയും. അതേസമയം അത് കൊടുത്തിട്ടില്ലാത്ത ഇന്നാൾ ഞാൻ ഒരു കുട്ടിയെ കണ്ടു, ആ കുട്ടിക്ക് ഒരാൾ കൊടുത്തിട്ട് പോലും വേണ്ടെന്ന് പറഞ്ഞു. കാരണം അതിൻ്റെ ടേസ്റ്റ് അതിന് അറിയത്തില്ല. ഞാൻ അന്നേരം പറയുകയും ചെയ്തു, ഇപ്പോഴത്തെ പിള്ളേരെ ഇത് കണ്ടു കഴിഞ്ഞാൽ അന്നേരം അത് മേടിച്ച് കൊടുക്കുക. കൊച്ചൻ നമ്മൾ അവളുടെ അമ്മ അച്ഛനും അത് ഇതുവരെ കൊടുത്തിട്ടില്ല. അതുപോലെ ചോക്ലേറ്റ് അങ്ങനത്തെ ഒന്നും കൊടുക്കാറില്ല. അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് അറിയത്തില്ല. അതുകൊണ്ട് അവൾക്കത് വേണ്ട. അല്ലെങ്കിൽ അവൾ കരഞ്ഞായാലും അവളത് വാങ്ങിച്ച് കുടിച്ചാണ്. അങ്ങനെ കുട്ടികളെ ശീലിപ്പിക്കണം. കൊച്ചുനാളിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ മൊബൈലായാലും ടി വി ആയാലും ഒന്നും അമിതമായിട്ട് കുഞ്ഞിനെ അതിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കാതെ. ഇപ്പം ടി വിയിലൊക്കെ നല്ല കുഞ്ഞുങ്ങളുടെ പാട്ടുണ്ടല്ലോ, മഞ്ചാടി എന്നൊക്കെ പറഞ്ഞിട്ട്, ആ പാട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ആ പാട്ടൊക്കെ അവർ കേട്ട് പഠിക്കുമല്ലോ. ആ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരുന്ന് കഴിച്ചാലും വേണ്ടില്ല. എന്നാലും ആ കളിയും പാട്ടും ഒരു സൈസ് നല്ല തത്തയുടെയും ഒക്കെ ഉള്ളൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുത്ത്. അതല്ലെങ്കിൽ ഇപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ തന്നെ കൊടുക്കണമെന്നില്ല, അല്ലാതെ തന്നെ കുട്ടിക്ക് ഇട്ട് കൊടുത്ത് അതിന് കൂടെ നിന്ന് ഡാൻസ് കളിപ്പിക്കുകയോ ഒക്കെ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഗെയിം കളി വളരെ ദോഷം ചെയ്യും. നമ്മുടെ കയ്യിൽ നിന്നായാലും നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ബന്ധുക്കളുടെ കുട്ടികൾ തന്നെ വന്നിട്ട് മൊബൈൽ ഫോൺ മേടിച്ചുകൊണ്ട് പോയിട്ട് എവിടെയെങ്കിലും ഒളിച്ചിട്ട് പോയിരുന്നിട്ട് ഈ ഗെയിം കളിക്കുക. 24 മണിക്കൂർ അവർക്ക് ഈ ഗെയിം. അതിനകത്ത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട്, കാർ റേസ് ചെയ്ത് പോകുന്നതുകൊണ്ട്, ഭയങ്കര സ്പീഡിൽ കാർ ഓടിക്കുന്നത്, ഇതൊക്കെയാണ് കുട്ടിയുടെ തലച്ചോറിലേക്ക് കയറുന്നത്. അപ്പോഴെനിക്ക് ഇന്നലെ ആ കുട്ടിയുടെ ആത്മഹത്യയാണ് വളരെയധികം ഷോക്കായിപ്പോയത്. അന്നേരം ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിച്ചതേ ഉള്ളൂ. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഒരു അമിതമായി ഉപയോഗിക്കുന്ന കുട്ടികളെ നിങ്ങൾ നിയന്ത്രിക്കുക. രക്ഷകർത്താക്കൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന് കുട്ടികളിപ്പോൾ അല്പം വഴക്കുണ്ടാക്കിയാലും വിഷമിച്ചാലും എന്തായാലും നിങ്ങൾ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുക. പിന്നെ കുട്ടികൾക്ക് നന്നായിട്ട് കളിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ അവർക്ക് പഠനത്തിലുള്ള ഇപ്പം പഠനത്തിലൊക്കെ ഭയങ്കര ഹൈ മാർക്കൊന്നും അല്ലെങ്കിലും അവർക്ക് വേറെ ചില കാര്യങ്ങൾക്കൊക്കെ വരയ്ക്കാനായാലും പാടാനൊക്കെ കഴിവുള്ള കുട്ടികൾ കാണും. അവരെ അതിലൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ ചെണ്ട കൊട്ടാൻ, മദ്ദളം കൊട്ടാൻ, തബല, അതുപോലെ ഗിത്താർ അങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ കൊണ്ടാക്കി പഠിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുക. എങ്ങനെയെങ്കിലും എപ്പോഴും ഈ മൊബൈൽ ഫോണുകളുടെ ഉപയോഗത്തിൽ നിന്ന് കുട്ടികളെ രക്ഷിച്ചെടുക്കാൻ രക്ഷകർത്താക്കൾ ശ്രമിക്കണം. പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ശ്രമിക്കാറുണ്ട്, പക്ഷെ അവർക്ക് അതിനെല്ലാത്തിനും കൂടെയുള്ള സമയം കിട്ടത്തില്ല. പിന്നെ സ്കൂളിൽ അങ്ങനെ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റത്തുമില്ല. വീട്ടിൽ വരുമ്പോഴും അല്ലാതെ ഈ ഇടവേളകളിലൊക്കെയാണ് കുട്ടികൾ കൂടുതൽ ഈ മൊബൈൽ ഫോണിന് അഡിക്റ്റായി മാറുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ എന്ന് കരുതുന്നു. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.